നമസ്കാരം. സിസ്റ്റത്തിന്റെ ലൂപ്പ് ഹോൾ അറിയുന്ന ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് എക്സ്ട്രീം ടാലന്റ് ഉള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് ആ സ്ഥാപനത്തിന്റെ അടിവേരറുത്ത് എങ്ങനെ സാമ്പത്തിക ലാഭമുണ്ടാക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മണപ്പുറം ഫിനാൻസിൽ നടന്നിരിക്കുന്നത്. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ 18 വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ മോഹനാണ് 20 കോടിയോളം രൂപയുമായി മുങ്ങിയത്. 2019 മുതൽ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും വ്യാജ ലോണുകൾ തരപ്പെടുത്തി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് 20 കോടിയോളം രൂപ കൈക്കലാക്കി മുങ്ങി. മണപ്പുറം ഫിനാൻസിൽ ഗോൾഡ് ലോൺ ബിസിനസിന്റെ ലോജിക്സ് ആൻഡ് അക്കൗണ്ടിംഗ് ചെയ്തിരുന്ന ധന്യ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇന്റേണൽ ഓഡിറ്റിംഗ് ടീമിലേക്ക് മാറി. ആ ടീമിൽ IT എക്സ്പെർട്ട് ഫോർ ഓഡിറ്റിംഗ് ആയിരുന്നു ധന്യ മോഹൻ. ഇന്റേണൽ ഓഡിറ്റിംഗിൽ ഇവർ പ്രധാനമായും നോക്കിയിരുന്നത് വ്യാജ സ്വർണം കണ്ടുപിടിക്കലായിരുന്നു. ഈ സംവിധാനം ഓട്ടോമാറ്റ് ചെയ്യാനോ ആ ടീമിലുള്ളവരെ കാലാകാലങ്ങളിൽ മാറ്റി നിയമിക്കാനോ സ്ഥാപനം തയ്യാറാകാതിരുന്നതിന്റെ ദുരനുഭവമാണ് ഇപ്പോൾ മണപ്പുറം ഫിനാൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 30,000 കോടി രൂപയുടെ ലോൺ അക്കൗണ്ടിൽ നിന്നും 20 കോടിയൊക്കെ നിസ്സാരമായി പൊക്കാൻ കഴിയുമെന്ന് ധന്യ മോഹൻ തെളിയിക്കുകയായിരുന്നു. ചെറിയ തുകകൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി അതിന്റെ എൻട്രീസ് സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്തായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. അവസാനം ഒറ്റ ട്രാൻസാക്ഷനിൽ 80 ലക്ഷം മാറ്റിയപ്പോഴാണ് പിടിവിടുന്നത്. തട്ടിച്ച പൈസ കൊണ്ട് ഓൺലൈൻ റമ്മി കളിച്ച് തകർത്തും ക്രിപ്റ്റോ കറൻസിയിൽ കൊണ്ട് കളഞ്ഞും പിന്നെയും ഇവർ അടിച്ചുമാറ്റൽ തുടർന്നുകൊണ്ടേയിരുന്നു. ആഡംബരത്തിനും ധൂർത്തിനുമായാണ് ധന്യ പണം ഉപയോഗിച്ചിരുന്നത്. 6 ആഡംബര കാറുകളാണ് ധന്യയുടെ പേരിലുള്ളത്. ധന്യ ഓൺലൈൻ റമ്മി കളിക്ക് അടിമയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. 2 കോടി രൂപയുടെ ഓൺലൈൻ റമ്മി കളിയുടെ ഇടപാട് വിവരങ്ങൾ ഇൻകം ടാക്സ് തേടിയിരുന്നു. എന്നാൽ ധന്യ വിവരം നൽകിയിരുന്നില്ല. കസ്റ്റഡിയിലുള്ള ധന്യ മോഹനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ധന്യ കീഴടങ്ങിയെങ്കിലും ഭർത്താവ് ഒളിവിലാണ്. 8 അക്കൗണ്ടുകളിലേക്ക് ധന്യ പണം മാറ്റിയെന്നാണ് കണ്ടെത്തിയത്. ഇതോടുകൂടി കേസിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കും. മണപ്പുറം ഫിനാൻസിൽ നടന്ന ഈ തട്ടിപ്പ് നമ്മുടെ ബാങ്കുകളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും കോപ്പറേറ്റീവ് ബാങ്കുകളിലും മറ്റും ഓഡിറ്റ് ഓട്ടോമേഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടോടെ കൊണ്ടുപോകുന്ന കള്ളക്കൂട്ടങ്ങൾ വിലസുന്ന കാലമാണ് ഇത് എന്ന് ഓർക്കുക.